ട്രംപിന്റെ അടവ് മോദി തിരിച്ചടിച്ചു. മോദിയുടെ മുന്നറിയിപ്പിൽ സത്യത്തിൽ ട്രംപ് വിരണ്ടു. വ്യാപാര ചർച്ചകൾക്കിടയിൽ ഇന്ത്യക്ക് യുഎസിന്റെ പുതിയ തീരുവ ഭീഷണി വന്നല്ലോ. അരി ഇറക്കുമതിയിൽ കണ്ണുവെച്ചുകൊണ്ട് ട്രംപ് മുന്നോട്ട് വന്നു. അതായത് വില കുറഞ്ഞ അരി അമേരിക്കൻ കർഷകർക്ക് വെല്ലുവിളിയാകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന. വ്യാപാര ചർച്ചകൾക്കിടയിലാണ് അരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യക്ക് പുതിയ തീരുവ മുന്നറിയിപ്പ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. കാർഷിക ഇറക്കുമതികളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള അരി ഇറക്കുമതിയിലും കാനഡയിൽ നിന്നുള്ള വളത്തിലും പുതിയ തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചനകൾ എന്ന് പറയപ്പെടുന്നത്. വ്യാപാര കരാർ സംബന്ധിച്ച തുടർ ചർച്ചകൾക്കായിട്ട് യുഎസ് അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ പൊളിറ്റിക്കൽ അഫയേഴ്സ് അലിസൺ പൂക്കർ 5 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടി നടക്കുന്നത് എന്ന് ഓർക്കുക. ഇതിനിടെയാണ് ട്രംപ് വീണ്ടും ഈ തീരുവയെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ നടത്തി ഇന്ത്യയെ അവരുടെ കൂച്ചുവിലങ്ങുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം സ്വീകരിക്കുവാൻ ശ്രമിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നടന്ന ഒരു യോഗത്തിലാണ് ട്രംപ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് എങ്കിൽ കൂടിയും അമേരിക്കൻ കർഷകർക്കായിട്ട് കോടിക്കണക്കിന് ഡോളറിന്റെ കാർഷിക ദുരിതാശ്വാസ പാക്കേജ് അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. ഇതിനിടെയാണ് ഇന്ത്യയിൽ നിന്നും മറ്റ് ഏഷ്യൻ വിതരണക്കാരിൽ നിന്നുള്ള കാർഷിക ഇറക്കുമതിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം മുന്നിലെത്തുന്നത്. ഇന്ത്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വില കുറഞ്ഞ അരി വൻതോതിൽ അമേരിക്കയിൽ എത്തുകയാണ് എന്ന് കർഷകർ ട്രംപിനോട് പറഞ്ഞു എന്നാണ് ട്രംപ് പറയപ്പെടുന്നത്. ഇത് ആഭ്യന്തര ഉൽപാദകരെ വെല്ലുവിളിക്കുന്നതാണ് എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നിന്നും എത്തുന്ന വില കുറഞ്ഞ അരികളെ അവിടെ സാധൂകരിക്കുകയും അവിടെ കൂടുതൽ വിറ്റഴിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് അറിയേണ്ടതല്ലേ. എന്നാൽ ഇവിടെ ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപാദകരെ സത്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ കർഷകരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പറയപ്പെടുന്നത്. കാരണം പ്രാദേശിക അടിസ്ഥാനത്തിൽ അവിടെ അരി ഉൽപാദനം നടത്തുന്നുണ്ട്, അവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ട് വലിയ വലിയ ദുരിതാശ്വാസ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്, കോടിക്കണക്കിന് ഡോളറുകളുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വില കുറഞ്ഞ അരി അത് വൻതോതിൽ അമേരിക്കയിൽ എത്തുകയാണ് എന്ന് കൂടി ട്രംപ് പറയുമ്പോൾ ട്രംപ് മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ആ രാജ്യം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട് അരിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. നമുക്കറിയാം ആദ്യത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ട്രംപ് വലിയ തീരുവ പ്രഖ്യാപനമൊക്കെ എണ്ണ ഉൽപാദനവുമായിട്ടും എണ്ണ ഇറക്കുമതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്ത്യ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? റഷ്യയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള എണ്ണ എവിടെ നിന്ന് ലഭിക്കുന്നോ അവിടെ നിന്നൊക്കെ ഇറക്കുക എന്ന തരത്തിലേക്ക് നമ്മുടെ വിദേശ നയം വളരെ വലുതായിരിക്കുന്നു. പണ്ട് മൊണോപ്പൊളിയായി ചിലപ്പോൾ അമേരിക്ക അത്തരത്തിൽ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനോട് യോജിച്ച് നിൽക്കാൻ ഇന്ന് ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയപ്പെടുന്ന അത്രത്തോളം വളരെ വലുതായിട്ടുള്ള ഒരു വിദേശ നയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യയെ തടുക്കാനൊന്നും ട്രംപ് ആയിട്ടില്ല. ട്രംപ് അന്ന് ഉപയോഗിച്ച ആ എണ്ണ തീരുവ അവസാനം എന്ത് ചെയ്യേണ്ടിരുന്നു? അത് 50% നിന്ന് 13% താഴ്ത്തേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. മോദിയോട് കോർക്കാൻ നിൽക്കുകയും മോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും അത്തരത്തിലുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത് ഇന്ത്യക്കാരെയൊക്കെ അങ്ങ് തൂക്കിക്കളയാമെന്ന് വിചാരിച്ചാൽ ട്രംപെ നടക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അതുകൊണ്ടാണ് ട്രംപിന് ആ തീരുവ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വന്നത്. ഇപ്പോൾ അരിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇന്ത്യക്കെതിരെ നിങ്ങളുടെ സമീപനം എത്രത്തോളം തന്നെ ക്രൂരമായിരുന്നാലും അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന കെൽപ്പും കരുത്തുമൊക്കെ ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ത്യ ഇവിടെ നിന്ന് അരി നിങ്ങളുടെ രാജ്യത്തിലേക്ക് മാത്രമല്ലല്ലോ കയറ്റി അയക്കുന്നത്, പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. ആ കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ വിദേശ നയം, നയതന്ത്ര നയം എന്നൊക്കെ പറയുന്നത് വളരെ വലുതായിട്ടുണ്ട്. വളരെ വാസ്റ്റായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ഒരുപാട് ഓടിയെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ദൂരം നമ്മൾ മുന്നോട്ട് കയറിയിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ ഈ അമേരിക്കയ്ക്കും അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കഴിയാതായിപ്പോയത് ഞങ്ങളുടെ കുറ്റമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു, അത് മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തീരുവ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത്, അതായത് ട്രംപിന്റെ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത് മറ്റു രാജ്യങ്ങൾ ദീർഘകാലമായി അമേരിക്കയെ പലതരത്തിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ഉപയോഗിക്കുന്നതിന് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് തീരുവ കൂട്ടിയാൽ മതി. അങ്ങനെ നികുതി ഭാരം കൂട്ടിക്കൊണ്ട് മറ്റുള്ളവരെയും കർഷകരെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക്, മറ്റു രാജ്യക്കാരിലെ കർഷകരെ അടക്കം ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള ക്രൂരമായ വിനോദമാണ് ട്രംപ് ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ട്രംപ് പറയുന്നതാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ അധിക നികുതി അല്ലെങ്കിൽ അധിക തീരുവ ഏർപ്പെടുത്തു, നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാം. ഇത്തരത്തിലുള്ള ലാഭക്കൊതിനായിട്ടുള്ള ട്രംപിന്റെ ഈ നയങ്ങളോട് ഇന്ത്യ മുഖം തിരിച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എണ്ണയുടെ കാര്യത്തിൽ നമ്മൾ വിരണ്ടില്ല, പിന്നെയാണോ അരിയുടെ കാര്യത്തിൽ? അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. എണ്ണ റഷ്യയിൽ നിന്നും മറ്റ് UAE പോലുള്ള രാജ്യങ്ങളിൽ നിന്നും വളരെ കൃത്യമായിട്ട് നമുക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നുണ്ട്.
അങ്ങനെ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യ വല്ലാതെ വളർന്നിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ട്രംപ് കാണിക്കുന്ന ഈ ഊളത്തരങ്ങൾക്കൊന്നും മോദിയോ അല്ലെങ്കിൽ ഇന്ത്യയോ തലകുനിച്ച് തരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ട്രംപിന്റെ ഒരടവും നമ്മുടെ ഇവിടെ ചെലവാകില്ല. അതുകൊണ്ട് മോദി വളരെ കൃത്യമായി തിരിച്ചടിച്ചിരിക്കും. അതിന് ഈ എങ്ങനെയാണോ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ സ്വീകരിച്ച നയവും നിലപാടും അതുപോലെ തന്നെയായിരിക്കും അരി ഇറക്കുമതിയുമായി അല്ലെങ്കിൽ അരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലും ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പിപ്പിടിയൊന്നും നമ്മുടെ ഈ രാജ്യത്ത് ചേരില്ല. അതുമാത്രമല്ല, മോദിയോടോ അല്ലെങ്കിൽ മോദി സർക്കാരിനോടോ ഇന്ത്യയോടോ കൊമ്പ് കോർക്കുവാനുള്ള കെൽപ്പൊന്നും ട്രംപിനായിട്ടില്ല എന്ന് മനസ്സിലാക്കുക.